സമയം എത്രയായാലും ഒന്ന് നടക്കാൻ ആഗ്രഹിക്കാത്തവർ ലോകത്തെവിടെയും ഉണ്ടാവില്ല. ലോകമെമ്പാടുമുള്ള ജനങ്ങളെ ഏതാണ്ട് ഒരേ രീതിയിൽ അലട്ടുന്ന പ്രശ്നമാണ് മുട്ടുതേയ്മാനം. 45 കഴിഞ്ഞവർക്ക് മുട്ടുതേയ്മാനം കണ്ടുവരുന്നുണ്ട്. മുട്ടുതേയ്മാനം സംഭവിച്ചവർ മുട്ടുമടക്കാൻ പോലും കഴിയാതെ വീടിനുള്ളിൽ ഒതുങ്ങിക്കൂടേണ്ടി വരുന്ന അവസ്ഥയാകും. അത്തരം രോഗികളുടെ ജീവിതം തന്നെ മാറുന്ന വിധത്തിൽ നൂതന സാങ്കേതിക വിദ്യ ഉപയോഗിച്ചുള്ള ശസ്ത്രക്രിയ പ്രചാരം നേടിക്കഴിഞ്ഞു. കൃത്രിമ മുട്ട് മാറ്റിവെക്കുന്നതിനായി സാങ്കേതിക വിദ്യ സ്വന്തം പരീക്ഷണാടിസ്ഥാനത്തിൽ കണ്ടെത്തുകയും അതിൽ വിജയം കാണുകയും ചെയ്ത വ്യക്തിയാണ് ഡോക്ടർ പ്രേംകുമാർ. വടക്കാഞ്ചേരിയിലെ മാക്സ് കെയർ ഹോസ്പിറ്റലിലാണ് ഡോക്ടർ സർവീസ്. ഇവരുടെ ഈ സേവനം എന്നെ കേൾക്കുന്ന നിങ്ങൾക്ക് ആർക്കെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ ഡോക്ടറെ കോണ്ടാക്ട് ചെയ്യണം. അങ്ങനെ നിങ്ങളുടെ ബുദ്ധിമുട്ടുകൾ മാറ്റട്ടെ. ഞാൻ എൻ്റെ ജീവിതത്തിൽ ഇത്രയും ചിന്തിക്കാറുള്ളൂ. ഞാൻ കാരണം ഒരു മനുഷ്യന്റെ ബുദ്ധിമുട്ടുകൾ മാറ്റാൻ പറ്റിയാൽ, എല്ലാ ബുദ്ധിമുട്ടും അവന്റെ മാറ്റാൻ നമുക്ക് പറ്റില്ല, ഒരു ബുദ്ധിമുട്ടെങ്കിലും മാറ്റാൻ രണ്ടെണ്ണം മാറ്റല്ലേ? രണ്ട് ബുദ്ധിമുട്ട് മാറ്റാം കേട്ടാ. കാലിന്റെ മുട്ടിന്റെ ബുദ്ധിമുട്ട് അത് നമ്മൾ മാറ്റി തരും. ചുരുക്കി പറഞ്ഞാൽ ഈ വടക്കാഞ്ചേരിക്കാരൻ ഡോക്ടർ പ്രേംകുമാറിന് മുന്നിൽ മുട്ടുമടക്കാത്തവർ ആരും ഉണ്ടാകില്ല. KPCC അധ്യക്ഷനെ മാറ്റുന്നത് സംബന്ധിച്ച് അന്തിമ തീരുമാനമെടുക്കാൻ ഹൈക്കമാൻഡ് നീക്കങ്ങൾ ആരംഭിച്ചു. ഇതോടെ സംസ്ഥാന കോൺഗ്രസിൽ ചില പ്രതിസന്ധികൾ ഉണ്ടാകുമെന്നും എന്നാൽ മാറ്റം അനിവാര്യമാണെന്നും നിലപാടിൽ മാറ്റമില്ലെന്നും ഹൈക്കമാൻഡ് നേതാക്കളെ അറിയിച്ചു. കെ സുധാകരൻ മാറ്റത്തെ സ്വീകരിച്ചാലും ഇല്ലെങ്കിലും പ്രഖ്യാപനം വൈകില്ലെന്നാണ് പ്രമുഖ നേതാക്കൾക്ക് ലഭിച്ച വിവരം. കെ സുധാകരനെ അനുനയിപ്പിച്ച് മാത്രം പുതിയ KPCC അധ്യക്ഷനെ പ്രഖ്യാപിച്ചാൽ മതിയെന്ന നിലപാടിലായിരുന്നു AICC നേതൃത്വം. എന്നാൽ തൽക്കാലം പദവിയിൽ നിന്നും മാറേണ്ടതില്ലെന്നും അപമാനിച്ച് ഇറക്കിവിടാനാണ് ശ്രമമെന്നുമുള്ള സുധാകരന്റെ പ്രതികരണത്തിൽ ഹൈക്കമാൻഡും നീരസത്തിലാണ്. ഇതോടെ സുധാകരന്റെ എതിർപ്പുകൾ വകവയ്ക്കാതെ പുതിയ അധ്യക്ഷനെ പ്രഖ്യാപിക്കാനാണ് തീരുമാനം. AICC അധ്യക്ഷനുമായും രാഹുൽ ഗാന്ധിയുമായും സുധാകരൻ കൂടിക്കാഴ്ച നടത്തിയ ദിവസം പുതിയ അധ്യക്ഷനെ പ്രഖ്യാപിക്കാനായിരുന്നു ഹൈക്കമാൻഡ് നിർദ്ദേശം. എന്നാൽ സുധാകരൻ തീരുമാനം അംഗീകരിക്കാൻ തയ്യാറായില്ല. സുധാകരനെ അനുനയിപ്പിച്ച് മാത്രം പുതിയ അധ്യക്ഷനെ പ്രഖ്യാപിച്ചാൽ മതിയെന്ന് ഹൈക്കമാൻഡ് നിലപാട് ആവർത്തിച്ചു. ഇതോടെ തീരുമാനം വൈകി. മാറ്റം അനിവാര്യമാണെന്ന നിലപാടിൽ AICCയും മാറ്റം ഉൾക്കൊള്ളാൻ കെ സുധാകരനും തയ്യാറാവാതെ വന്നതോടെ ദേശീയ നേതൃത്വം പ്രതിരോധത്തിലായി. KPCC അധ്യക്ഷ പദവിയിൽ തുടരാനുള്ള എല്ലാ ശ്രമങ്ങളും കെ സുധാകരൻ നടത്തി. AICC വർക്കിംഗ് കമ്മിറ്റി അംഗവും മുതിർന്ന കോൺഗ്രസ് നേതാവുമായ AK ആന്റണിയെ കെ സുധാകരൻ കഴിഞ്ഞ ദിവസം സന്ദർശിച്ചതും ഇതിന്റെ ഭാഗമായാണ്. അധ്യക്ഷ സ്ഥാനത്ത് നിന്നും തന്നെ മാറ്റാനുള്ള നീക്കം തൽക്കാലത്തേക്ക് ഉപേക്ഷിക്കണമെന്നായിരുന്നു സുധാകരൻ ആന്റണിയെ കണ്ട് അഭ്യർത്ഥിച്ചത്. കൂടുതൽ വാർത്തകൾക്ക് ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഫേസ്ബുക്ക് ഫോളോ അപ്പ് ചെയ്യുക. വാർത്തകൾ വേഗത്തിലറിയാൻ Anytime News.